എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക്. പാർവതി ഒന്ന് പറ. ഇങ്ങനെ പാർവതിയും ബ്രോയെയും വിഷമിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇവരെങ്ങ് കൊന്നു കളയുന്നതാ. ഗാർഗി മിണ്ടാതിരിക്കെ, പാർവതി പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. വിശാല് ജാസ്മിനെ കെട്ടുകയും വേണ്ട. ഞാൻ മരിക്കാം. വിശാൽ സാറ് ജാസ്മിനെ വിവാഹം കഴിക്കണം. പാർവതി, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എന്നോട് ക്ഷമിക്കണം. നിന്റെ ഭാര്യ തന്നെ പറഞ്ഞല്ലോ ജാസ്മിനെ വിവാഹം കഴിക്കാൻ. നിനക്ക് സമാധാനമില്ലേ? ഇനി നിനക്ക് ധൈര്യമായിട്ട് ജാസ്മിനെ വിവാഹം കഴിക്കാലോ. പാർവതി, പാർവതി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാ ബ്രോയോട് ജാസ്മിനെ വിവാഹം കഴിക്കാൻ പറഞ്ഞേ? നിന്റെ ഭർത്താവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു പാർവതി? പാർവതി, പെട്ടെന്നൊരു തീരുമാനം എടുക്കരുതായിരുന്നു. ഇത് വലിയ അബദ്ധമായി പോയി. പക്ഷെ പാർവതി, ഇനിയും വൈകിട്ടില്ല. പാർവതി പോയി ഏട്ടനോട് പറയ് ജാസ്മിനെ വിവാഹം കഴിക്കരുതെന്ന്. പാർവതി, പാർവതി അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഈ ചെറുക്കന് എന്താ ചെയ്യുന്നത്? ഇവനായിട്ട് ഇവളുടെ മനസ്സ് മാറ്റിയെടുക്കോ? വാ വിപിൻ, നീ വെറുതെ അവളെ വിഷമിപ്പിക്കാതെ. അവൾ എടുത്തത് കൃത്യമായ തീരുമാനം തന്നെയാ. വിശാൽ ഈ തീരുമാനത്തിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ നിനക്കെന്താ? അതെ, കൂടുതൽ ഇഴ കീറി പരിശോധിക്കാനൊന്നും നിക്കണ്ട. നിങ്ങൾ അവിടേക്ക് വാ, താലി കെട്ടിനുള്ള നേരമായി. വാ. പാർവതി, വാ. വിശാലെ, ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നതിന് മുൻപ് നീ വേഗം താലി കെട്ട്. തിരുമേനി താലി എടുത്തു കൊടുക്ക. ചേട്ടാ, വേണ്ട. താലി കെട്ടരുത്. ഏട്ടൻ ജാസ്മിനെ വിവാഹം കഴിക്കരുത്. ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ. വിപിൻ, നിനക്ക് എന്താടാ? നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇത് തടയുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ഏട്ടൻ എന്തിനാ ജാസ്മിനെ വിവാഹം കഴിക്കുന്നത്? ഏട്ടൻ ഇപ്പൊ ജാസ്മിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ചെയ്യാത്ത തെറ്റ് ഏട്ടൻ സ്വയം ഏറ്റെടുത്തതിന് തുല്യമാവും. ജാസ്മിനെ ഞാൻ വിവാഹം കഴിക്കാം.
എന്റെ ചേട്ടന് പകരം ഞാൻ വിവാഹം കഴിക്കാം. ആ വീഡിയോ കണ്ടിട്ടാണോ ഏട്ടൻ തെറ്റിയതെന്ന് നിങ്ങൾ പറയുന്നത്? എന്നാൽ ഏട്ടൻ ജാസ്മിനോട് എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം കാണിച്ചിട്ടുണ്ടോന്ന് സ്ഥാപിക്കാൻ അതിന് ആ വീഡിയോ മാത്രം പോരാ, വിശ്വസനീയമായ തെളിവ് വേറെ വേണം. ജാസ്മിനെ, നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം. ഏട്ടാ, ഏട്ടൻ എഴുന്നേറ്റെ. എഴുന്നേക്ക്. അയ്യോ എനിക്ക് വിപിൻ, എഴുന്നേക്കട്ടെ. എഴുന്നേക്ക്. ഒരു കാര്യം പറയാം. എന്താടാ? പറയാം. വിശാൽ 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 എന്താടി എന്താ കാര്യം? ഈ കല്യാണം നടക്കാൻ പാടില്ല. വിപിൻ സാറ് ജാസ്മിനെ കല്യാണം കഴിക്കാൻ പാടില്ല. പല്ലവി, നീ എന്താ ഈ പറയുന്നേ? വിപിൻ ആരെ വിവാഹം കഴിക്കണം കഴിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് വിപിനല്ലേ? ഇതിനിടയില് ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചിക്കിപ്പോ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമായല്ലോ. ഇനി എന്റെ ജീവിതം എന്തായാലും എന്താ? പല്ലവി, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിന്തിച്ചാ അത് നിനക്ക് മനസ്സിലാകാമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു ഒഴിയണ്ട. ചേച്ചിയെ വിപിൻ സാറിന് വലിയ ബഹുമാനോ. ഗായത്രി അമ്മയുടെ സ്ഥാനത്താ വിപിൻ സാർ ചേച്ചിയെ കാണുന്നത്. അതുകൊണ്ട് ചേച്ചി ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ വിപിൻ സാർ അത് അക്ഷരം പ്രതി അനുസരിക്കും. എങ്കിലും എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇത് പറയുന്നത് ശരിയല്ല. വിപിനെ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഓഹോ, ഈ ചോദ്യം കൊള്ളാലോ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിപിൻ സാറിനൊപ്പം ഇരിക്കുമെന്ന് ചേച്ചിക്ക് അറിയില്ലേ? വിപിൻ സാർ ജാസ്മിനെ വിവാഹം കഴിച്ചാ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വിപിൻ സാറ് വിവാഹം കഴിക്കേണ്ടത് എന്നെയാ. വിപിൻ സാറിന്റെ ഭാര്യ ആകേണ്ടത് ഞാനാ. പല്ലവി, വിപിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൻ നിന്റെ മുഖത്ത് നോക്കി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞിട്ടും നീ എന്തിനാ വിപിനെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് വാശി പിടിക്കുന്നേ? വിപിൻ സാറിന്റെ ഇഷ്ടം അനിഷ്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട വിഷയമല്ല. വിപിൻ സാറിന് ഉള്ളുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്നും അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് അത് ചേച്ചി ചിന്തിക്കണ്ട. എനിക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ, ചേച്ചിക്ക് വിപിൻ സാറിനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ചേച്ചി വിപിൻ സാറിനെ ഇതിൽ നിന്ന് തടയും. പല്ലവി, എനിക്ക് നീയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഞാൻ തന്നെയാണ് നീയെന്നാ ഞാൻ കരുതുന്നേ. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഉറപ്പാണോ? ഇക്കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കാനില്ല. അപ്പോ ചേച്ചി എന്നെ സഹായിക്കില്ല? ഇതിലില്ല. ശരി, ആരും എന്നെ സഹായിക്കണ്ട. ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും വിപിൻ സാറിന്റെ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ അനുവദിക്കില്ല. പല്ലവി, നീ എന്ത് ചെയ്യാൻ പോകുന്നു? അത് കണ്ടറിഞ്ഞാ മതി. എന്തായാലും ഇന്നിവിടെ രണ്ടിലൊന്നും നടക്കും. എന്നിട്ട് പല്ലവി എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കറിയില്ല ഗാർഗി. മുന്നും പിന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവക്കാരി അവള്. അതാ എന്റെ പേടി. ഒരു വിധവ വിപിൻ ഇടപെട്ട് ബ്രോയെ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിനിടയ്ക്ക് വിപിനും ജാസ്മിനും തമ്മിലുള്ള വിവാഹം പല്ലവി മുടക്കാൻ നോക്കിയ പിന്നെ ജാസ്മിന്റെ കല്യാണം എങ്ങനെ നടത്തും? പല്ലവി അവള് പറഞ്ഞതുപോലെ പ്രവർത്തിച്ച വീണ്ടും നമ്മൾ എല്ലാവരും പ്രതിസന്ധിയിലാവും. അവളെ എങ്ങനെയും തടഞ്ഞേ തീരും. ഇത് നമ്മൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ബ്രോയെ കൂടി അറിയിക്കണം. എന്നിട്ട് ഒരുമിച്ചൊരു വഴി കണ്ടെത്താം. അല്ലെങ്കിൽ തന്നെ നാണം കെട്ടിരിക്കുക. ഇനി പല്ലവിയായിട്ട് കൂടെ നമ്മളെ നാണം കെടുത്തുന്നതിന് മുൻപ് ഇത് ചെവി അറിയാതെ നമുക്ക് പല്ലവി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. നീ വാ പാർവതി, വാ. വിപിൻ വലിയൊരു ത്യാഗമാ ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയാ. വിപിൻ അവന്റെ ഭാവി പോലും മറന്ന് അവന്റെ ഇഷ്ടങ്ങളൊക്കെ അവഗണിച്ച്
ജാസ്മിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത്. അവൻ ഇതിനു മുമ്പ് വെറും ഒരു തമാശയ്ക്ക് പോലും ജാസ്മിനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഉറപ്പാ അവൻ ഈ ചെയ്യുന്ന നന്മയ്ക്ക് പകരം എന്ത് നൽകിയാലാണ് മതിയാവുക? വിശാൽ ബ്രോ, ബ്രോ എന്താ തനി അവിടെ ചെന്ന് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് അതെല്ലാം ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. സർ, സാറിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് എന്നോട് പറയായിരുന്നില്ലേ? അല്ലാതെ തനിയെ ആലോചിച്ച് വിഷമിക്കണോ? പാർവതിയും കൂടി എന്തിനാ സങ്കടപ്പെടുത്തുന്നതെന്ന് കരുതി. അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല പ്രയാസം ആദ്യമൊക്കെ ഉണ്ട് സർ. അതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. പാർവതി, പല്ലവിയുടെ വിഷയം ബ്രോയോട് പറയ്. അതിൽ പെട്ടെന്നൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. എന്താ എന്താ പുതിയ വിഷയം? ഒരറ്റം കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോ ഇപ്പോ മറ്റേ അറ്റത്തുനിന്ന് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇപ്പൊ വിഷയം ഉണ്ടാക്കാൻ പോകുന്നത് പല്ലവിയാ. അല്ല, പല്ലവി എന്ത് ചെയ്തു? സർ, പല്ലവി ജാസ്മിനും ബിബിനും തമ്മിലുള്ള വിവാഹം തടയാൻ പോവാ. അവളെന്തിനാ വിപിനും ജാസ്മിനും തമ്മിലുള്ള വിവാഹം തടയാൻ നോക്കുന്നത്? അവൾക്ക് വിപിനെ വിവാഹം കഴിക്കണോന്ന്. ഈശ്വര, ഇതെന്താ അടുത്ത പരീക്ഷണമാണോ? വിശാൽ, വിശാലേ, വിപിൻ വീണ്ടും വിചാരമില്ലാതെ ഓരോ തീരുമാനം എടുത്താ നിങ്ങൾ എല്ലാരും കൂടി ചേർന്നത് സമ്മതിച്ചു കൊടുക്കണോ വേണ്ടത്? എടാ, ഇപ്പോഴത്തെ ആവേശത്തില് അവൻ ജാസ്മിനെ വിവാഹം കഴിക്കും. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ വിപിൻ ജാസ്മിനെ വിവാഹം കഴിച്ചാ അവരുടെ ജീവിതം വലിയ ദുരന്തത്തിലായിരിക്കും അവസാനിക്കുന്നത്. വിവാഹം ഒരിക്കലും ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് അല്ല. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് കല്യാണം നടത്തിയാൽ ആ ബന്ധത്തിന്റെ ആയുസ് അധികം നീളില്ല. അതുകൊണ്ട് വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. വിപിൻ ജാസ്മിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ മറ്റൊരു വരനെ ജാസ്മിന് വേണ്ടി പെട്ടെന്ന് എവിടെ നിന്ന് കണ്ടെത്തും? ഇന്ന് ജാസ്മിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. കല്യാണത്തിന് വന്ന ആൾക്കാർക്ക് നമ്മളോടുള്ള എതിർപ്പ് കണ്ടതല്ലേ? അത് മാത്രമല്ല, ജാസ്മിന്റെ വിവാഹം മുടങ്ങിയ അവളുടെ അച്ഛനും വെറുതെ ഇരിക്കില്ല. നമുക്കെതിരെ ജാസ്മിന്റെ ഡാഡി കേസ് കൊടുക്കും. നമ്മൾ എല്ലാവരും ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ കയറേണ്ടി വരും. അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ ജാസ്മിനെ വിപിൻ വിവാഹം കഴിക്കുകയല്ലേ മാർഗമുള്ളൂ. അപ്പൊ വിപിന്റെ ജീവിതമോ? എന്റെ മോൻ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല വിശാലെ. അമ്മയുടെ ഈ വിഷമം ഒഴിവാകണമെങ്കിൽ, ഇതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ അത് ജാസ്മിനും അവളുടെ ഡാഡിയും വിചാരിച്ച മാത്രമേ സാധിക്കൂ. അവര് രണ്ടുപേരും ക്ഷമിക്കാൻ തയ്യാറായ, വിവാഹത്തിൽ നിന്ന് സ്വയം പിന്മാറിയ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ശരിയാ, പാർവതി പറഞ്ഞതാ ഇനിയുള്ള ഏക മാർഗം. അമ്മ പോയി
ജാസ്മിനെയും ഡാഡിയും കണ്ട് ഒന്ന് സംസാരിക്കാൻ നോക്ക്. വിപിന്റെയും ജാസ്മിന്റെയും കല്യാണം നടന്നാൽ വിപിന്റെ ജീവിതം നശിക്കുമെന്നത് ഉറപ്പാ. വിപിനോട് പറഞ്ഞിട്ട് അവനത് തലയിൽ കേറുന്നില്ല, കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല. ജാസ്മിൻ വിശാലിനെ കല്യാണം കഴിക്കണമെന്ന പിടിവാശിയിലും. എന്തു ചെയ്യും? തൽക്കാലത്തേക്ക് വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ജാസ്മിനോട് പറഞ്ഞു നോക്കിയാലോ? അമ്മ പോയി ജാസ്മിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക്. പ്രഭാവതി അമ്മ ജാസ്മിനെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കൂ. ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നിട്ട് ഒതുങ്ങാനമ്മേ. സുശീലന്റി, സുശീലന്റി, ആന്റി നമ്മൾ എവിടെയാ? അവര് വിശാലിനോട് സംസാരിക്കുക. ഇതിപ്പോ പ്ലാൻ ഇങ്ങനെയല്ല നാശമായല്ലോ സുശീലന്റി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ. ബീബിൻ എന്റെ കഴുത്തിന് താഴെ കെട്ടാൻ പാടില്ല. ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി അവൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോ എന്ത് ചെയ്യും? അവൻ അവിടെ തയ്യാറായി നിൽക്കത്തേ ഉള്ളൂ. അവന്റെ മുമ്പിൽ തല നീട്ടിക്കൊടുക്കാൻ ഈ ജാസ്മിന് കിട്ടില്ല. ജാസ്മിൻ, എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം ഞാൻ ആ താലി പൊട്ടിച്ച് വലിച്ചെറിയും. അതൊക്കെ നടക്കുമോ മോളെ? എന്താ നടക്കാത്തെ? ഇടി, നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ആരെങ്കിലും വരനായി കിട്ടിയാ മതിയെന്നാ. അത് അച്ഛന്റെ അഭിപ്രായമല്ലേ? എന്നാലേ അതല്ലേ ഈ ജാസ്മിന്റെ തീരുമാനം. എല്ലാരും കൂടി ചൂണ്ടിക്കാണിക്കുന്ന ആരുടെങ്കിലും ഭാര്യ അവനെ ഈ ജാസ്മിന് കിട്ടില്ല. എന്നെ വിശാല് തന്നെ വിവാഹം കഴിക്കണം. അതിന്റെ വാശിയാണെന്നറിയാലോ. ആ വാശി ഇന്ന് തന്നെ നിറവേറണം. ഇന്നു മുതല് ഞാനായിരിക്കണം വിശാലിന്റെ ഭാര്യ. അത് നടന്നേനെ. വിശാൽ ഇന്ന് തന്നെ നിന്നെ താലി കെട്ടിയേനെ. പക്ഷെ തലനാരിഴ വ്യത്യാസത്തിന് ആ വിപിൻ കയറി വന്നല്ലേ കൊളവാക്കിയത്. എനിക്കതൊന്നും അറിയണ്ട. വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം. അതിനുവേണ്ടി വിശാലിനെ എങ്ങനെയും മാറ്റിയെടുക്കണം. വിശാലായിട്ട് തന്നെ വിപിന്റെ മണ്ഡപത്തിൽ നിന്ന് ഇറക്കി വിട്ട് എന്നെ വിവാഹം കഴിക്കാനുള്ള സിറ്റുവേഷൻ സുശീല ആന്റിയും പ്രഭാവതി ആന്റിയും അങ്കിളും ചേർന്ന് ഉണ്ടാക്കിയെടുക്കണം. പ്ലീസ് ആന്റി. ഏതായാലും പ്രഭേച്ചി വിശാലിനോട് സംസാരിക്കുകയാണല്ലോ. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. പ്രഭേച്ചി ഒന്ന് വരട്ടെ. അല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മോളെ. അധികം നീട്ടിക്കൊണ്ട് പോവരുത്. ഇനിയും വിശാലിന് ചിന്തിക്കാൻ അവസരം കൊടുത്താ അവൻ വഴുതി പോവാ ആന്റി. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് വേണം. നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്താ പോരാ. ഇന്ന് തന്നെ വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടന്നേ തീരൂ. ഞാൻ പോയി കതിർ മണ്ഡപത്തിലിരിക്കാം. സുശീല ആന്റി ഇനിയും മടിച്ചു നിൽക്കാതെ അങ്ങോട്ട് വന്ന് എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്ക്. എന്നിട്ട് വിപിന്റെ കയ്യിൽ നിന്നും താലി വാങ്ങി വിശാലിന് കൊടുക്ക വേഗം. അതെ, നമുക്കിനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പല്ലവി എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുൻപ് അവളെ തടയണം. ബ്രോ വന്നേ, നമുക്ക് അയാളെ കാണാം. പാർവതി വാ. പല്ലവിക്ക് വിപിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോ നമ്മളത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ?
എന്റെ പൊന്നു ബ്രോ, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ അഴിയ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നെ. അതൊരു വിധം സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ബ്രോയായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അല്ല ഗാർഗി, അത് ബ്രോ, വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടത്തി കൊടുക്കുമെന്നാ ബ്രോ പറയുന്നേ? ആ വിവാഹം നടത്തണോന്ന് പല്ലവിക്ക് മാത്രം ആഗ്രഹം തോന്നിയാ മതിയോ? പല്ലവിയെ വിവാഹം കഴിക്കണോന്ന് വിപിനും കൂടി താല്പര്യം തോന്നണ്ടേ? അതിപ്പോ നമുക്ക് അവനോട് ചോദിക്കാമല്ലോ. ചോദിക്കണമെന്ന് ഇല്ല വിശാൽ സർ. പല്ലവി വിവാഹം കഴിക്കാൻ വിപിന് തീരെ ഇഷ്ടമല്ല. അത് പാർവതിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ വിപിനോട് അഭിപ്രായം ചോദിച്ചായിരുന്നോ? ഇപ്പോ ഞങ്ങൾ വിപിനോട് ഈ വിഷയം സംസാരിച്ചിട്ടില്ല. പക്ഷേ വിപിനോട് പല്ലവി പല പ്രാവശ്യം അവളുടെ ആഗ്രഹം പറയുന്നതും വിപിൻ അവളുടെ ആഗ്രഹത്തെ തള്ളി പറയുന്നതും പല്ലവി വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്നും അവൻ അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. വിപിനെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം പല്ലവി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പല്ലവിയെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇത് തന്നെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ല, അപ്പോ ഇപ്പൊ വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകുന്നതും അവന്റെ പൂർണ്ണമായ ഇഷ്ടം കൊണ്ടല്ലല്ലോ. ബ്രോ, ജാസ്മിനെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം വിപിൻ സ്വയം എടുത്തതാ. അത് അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ചെടുപ്പിച്ചതൊന്നുമല്ല. പക്ഷേ പല്ലവിയുടെ കാര്യത്തിൽ അതല്ലല്ലോ. ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ.